പിണറായി വിജയനും എം.വി. ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളുടെ ശൈലിയും ധാർഷ്ട്യം നിറഞ്ഞ സമീപനവുമാണ് ഇക്കുറി എൽ.ഡി.എഫിന്റെ പരാജയത്തിലേക്ക് വഴിതെളിച്ചതെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകന്. പത്തനംതിട്ട നഗരസഭ മുൻ ചെയർമാനും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ടി. സക്കീർ ഹുസൈന്റെ മകന് ആസിഫ് സക്കീർ ഹുസൈനാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷവിമർശനം ഉയർത്തി പോസ്റ്റിട്ടിരിക്കുന്നത്. പിണറായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള വാർത്താക്കാർഡ് ഇതിനെയാണ് തെറ്റുപഠിക്കാതെ തെറ്റിപ്പഠിക്കുന്നു എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പില് കനത്ത തിരിച്ചടി നേരിട്ടിട്ടും ഒരു മാറ്റത്തിന് തയ്യാറല്ലെന്ന സമീപനം തികച്ചും നിരാശാജനകമാണ് എന്നിങ്ങനെയുള്ള തലവാചകങ്ങളോടെയാണ് ആസിഫ് സക്കീർ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെയുള്ള കമന്റിനാണ് ആസിഫ് രൂക്ഷവിമർശനം ഉന്നയിച്ച് മറുപടി നൽകിയിരിക്കുന്നത്. ആസിഫിന്റെ മറുപടി ഇങ്ങനെയാണ്: പിണറായി വിജയന്റേത് മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി അടക്കം പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ശൈലിയും ധാർഷ്ട്യം നിറഞ്ഞ സമീപനവുമാണ് തോൽവിക്കുള്ള പ്രധാന കാരണം. ഭരണം മോശമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം വികസന കാര്യത്തില് ഈ സർക്കാർ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാല് സംഘടനാടിസ്ഥാനത്തില് പാർട്ടി ഇന്ന് ദുർബലമാണ്. പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായൊരു വലതുപക്ഷ പ്രവണത ഇന്ന് പാർട്ടിയില് പ്രകടമാണ്. വിമർശനം, സ്വയം വിമർശനം എന്ന പരമപ്രധാനമായ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വജനപക്ഷപാതവും ആത്മപ്രശംസയും സ്തുതിപാടലും ഒരു വ്യക്തിയുടെ സർവാധിപത്യ പ്രവണതയും പാർട്ടിയില് പിടിമുറുക്കിയപ്പോൾ അത് പാർട്ടി സഖാക്കൾക്കിടയിൽ പോലും ശക്തമായ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. പാർട്ടിയെ തിരുത്തേണ്ടത് അനിവാര്യമാണെന്നവർക്ക് മനസ്സിലായി. ഇതിന്റെ പ്രതിഫലനമാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുണ്ടായത്. ഇലക്ഷന് സമയത്ത് കേരളത്തിലുടനീളമുയർന്ന ഹോർഡിംഗ്സ് നമ്മളെല്ലാം കണ്ടതാണല്ലോ. മറ്റാരുണ്ട് എൽ.ഡി.എഫ് അല്ലാതെ എന്ന തലക്കെട്ടോടെ വെച്ച ഹോർഡിംഗ്സില് ഒരു മുഖം മാത്രമായിരുന്നു ശ്രീ പിണറായി വിജയന്റേത്. ഒരു ടീമിനെ ഉയർത്തിക്കാട്ടാന് കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങള് പാർട്ടി വ്യക്തികേന്ദ്രീകൃതമാകുന്നു എന്ന സന്ദേശമാണ് പൊതുജനത്തിന് നൽകിയത്. വിമർശനങ്ങൾക്ക് കാതോരിക്കാതെ തെറ്റുകള് സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാനോ തിരുത്താനോ തയ്യാറാകാതെ ഒരു പറ്റം ഭാഗ്യാന്വേഷികളുടെയും അധികാരത്തിന്റെ അപ്പക്കഷണങ്ങള് നുണയാനുകൂടെ കൂടുന്നവരുടെയും വാഴ്ത്തുപാട്ടുകൾക്ക് മാത്രം കാതോർത്തതുകൊണ്ടാണ് ഈ കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തുന്നതില് യാതൊരർത്ഥവുമില്ല. അദ്ദേഹത്തെ തിരുത്തേണ്ട സമയത്ത് ലീഡർഷിപ്പ് അതിന് തയ്യാറാവാതെ അദ്ദേഹത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുകയായിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങള് വിശദീകരിക്കാനുണ്ട്. എന്നാല് തൽക്കാലം അതിനുള്ള നിർവാഹമില്ല. ഒരു കാര്യം കൂടി അവസാനമായി പറയട്ടെ. വികസനം മാത്രമല്ല, വിനയവും ആവശ്യമാണ് എന്ന് പഠിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് പാർട്ടിയും നേതാക്കളും അകലാനു പാടില്ല. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ നീളുന്ന നേതൃനിര സഹിഷ്ണുതയോടും വിനയത്തോടും ജനങ്ങളെ കേൾക്കാനും വീഴ്ചകൾ തിരുത്തി മുന്നേറാനും തയ്യാറാകണം. കാരണം ഇത് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പാർട്ടിയാണ്. ഈ ഘട്ടത്തില് ഒരു നേതൃമാറ്റം എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ആസിഫിന്റെ പിതാവ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈന് നഗരസഭ ചെയർമാനായിരിക്കുമ്പോൾ മന്ത്രി വീണ ജോർജുമായി അത്ര രസത്തിലല്ലായിരുന്നു. നഗരസഭയുടെ പല വികസന പ്രവർത്തനങ്ങളിലും മന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. നഗരസഭയുടെ അധീനതയിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രി വിചിത്രമായൊരു ഉത്തരവിലൂടെ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിരുന്നു. പാർട്ടി ഘടകങ്ങളിലും ഇവര് തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമായിരുന്നു. പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് ആദ്യമായി പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റും പത്തനംതിട്ട തന്നെയാണ്.